അമ്മു അമ്മു ഒന്ന് എഴുന്നേറ്റെ, ഞാൻ ഉറങ്ങിയെന്ന് പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ദേവു പറഞ്ഞു. അവളുടെ പ്രവൃത്തി കണ്ട അബി പാൽ ഗ്ലാസ് അവിടെ വെച്ചു വീണ്ടും ബെഡിൽ വന്നിരുന്നു. അബിയുടെ അനക്കമൊന്നും കേൾക്കാഞ്ഞപ്പോഴാണ് അവൾ മെല്ലെ ബ്ലാങ്കറ്റ് നീക്കി അവനെ നോക്കുന്നത്. അന്നേരം തന്നെ നോക്കിയിരിക്കുന്ന അബിയാണ് അവൾ കാണുന്നത്. അടുത്ത നിമിഷം അവൾ പുതപ്പിനുള്ളിലേക്ക് നൂണ്ട് കയറിയതും അബി അവളുടെ കാലിൻ്റെ ഭാഗത്ത് നിന്നും പുതപ്പ് ചെറുതായി നീക്കി അവളുടെ ഉള്ളം കാലിൽ ഇക്കിളി കൂട്ടിയതും ആദ്യം അവൾ കടിച്ചു പിടിച്ചു നിന്നു. എങ്കിലും അവസാനം തോൽവി സമ്മതിച്ച ദേവു കിടന്നുകൊണ്ട് തന്നെ പുതപ്പ് താഴേന്ന് മുകളിലോട്ട് പൊക്കിയെടുത്തു. ബെഡിൻ്റെ ഒരു വശത്ത് വെച്ച് ചുണ്ടു കൂർപ്പിച്ചു അവനെ നോക്കി. ആ നിമിഷം കിളിപാറിയ പോലുള്ള അവൻ്റെ ഒരു നോട്ടം കണ്ട് ദേവു തല ഉയർത്തി തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയതും അവളുടെ പാവാട മുഴുവൻ മേൽപോട്ട് കയറിപ്പോയ കാഴ്ചയാണ് കാണുന്നത്. ഒരു തരം ഞെട്ടലോടെയും പരിഭ്രമത്തോടെയും നാണത്തോടെയും അവൾ പാവാട താഴ്ത്തി വെച്ചു. ആ നിമിഷം അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ ചമ്മലോടെ തലയണയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. അവളുടെ കിടത്തം കണ്ടതും അവന് ചിരിയാണ് വന്നത്. മീശത്തുമ്പ് കടിച്ചു പിടിച്ചു ചിരി ഉള്ളിലൊതുക്കി അവളുടെ അരികിൽ ചരിഞ്ഞു കിടന്നു. ഞാനൊന്നും കണ്ടില്ല. മുഖം മറഞ്ഞു കിടക്കുന്ന അവളുടെ മുടി പിന്നിലേക്ക് മാടിയൊതുക്കി അവളുടെ കാതോരം മുഖമുരസിക്കൊണ്ടവൻ കുസൃതിയോടെ പറഞ്ഞു. പോവണമെന്ന് അവൾ നാണത്തോടെ തലയണയിൽ ഒന്നുകൂടി മുഖം അമർത്തി. അമ്മു, ഇങ്ങോട്ട് നോക്ക് പെണ്ണേ. അവളില്ലെന്ന പോലെ തലയനക്കി. അമ്മു, എഴുന്നേക്ക് പെണ്ണേ. ഇല്ലല്ലേ, ഞാനിത് മുഴുവനായും പിടിച്ച് താഴ്ത്തും. അവളുടെ പാവാടത്തുമ്പ് പിടിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും അവൾ ഒരു തരം വെപ്രാളത്തോടെ അവന് നേരെ തിരിഞ്ഞു കിടന്നു. തൻ്റെ മുഖത്ത് നോക്കാതെ മിഴികൾ താഴ്ത്തി കിടക്കുന്നവളെ അവൻ എഴുന്നേൽപ്പിച്ചിരുത്തി. എന്നിട്ടും അവൾ തല കുനിച്ചിരിപ്പുണ്ട്. അവൻ പാൽ ഗ്ലാസും കയ്യിൽ പിടിച്ചു. മറുകയ്യാൽ അവളുടെ താടി പിടിച്ചുയർത്തിയതും അവൾ പിടയ്ക്കുന്ന മിഴികളോടെ അവനിലേക്ക് നോട്ടം പായിച്ചു. പാലവളെ വായോട് അടുപ്പിച്ചതും അവൾ കുറച്ച് കുടിച്ചു. ബാക്കി അവനും കുടിച്ചു. തന്നെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കുന്നത് കണ്ടതും അവളുടെ മുഖം അരുണാഭമായി. അവൾ ആ നോട്ടം താങ്ങാനാവാതെ നാണത്തോടെ ഒന്ന് കുറുക്കിക്കൊണ്ട് അവനെ ഇറുകെ പുണർന്നു അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. മനുവേട്ട, ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണം വരുന്നു. ഓ, വലിയ നാണക്കാരി വന്നിരിക്കുന്നു. എന്നിട്ടാണോ ഈ കുട്ടിയുടുപ്പിട്ട് എൻ്റെ മുന്നിൽ വന്നത്? ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ കൺട്രോൾ പോയതാ. മനുവേട്ട, കഷ്ടമുണ്ട് കേട്ടോ. അവൾ ചിണുങ്ങി. ഇതൊക്കെയാണോ വീട്ടിലിട്ട് നടക്കുക? അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ ചോദിച്ചു. രാത്രി ഉറങ്ങുമ്പോൾ മാത്രം, രാവിലെ മാറും. എന്തേ? ഒന്നുമില്ല. അവൻ കണ്ണു ചിമ്മി കാണിച്ചു. അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. മനുവേട്ടാ, നമുക്ക് ഉറങ്ങണ്ടേ? നാളെ കോളേജിൽ പോകണ്ടേ? ഇങ്ങനെ പോയാലേ ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങൂട്ടോ. അന്നേരം എന്നെ വഴക്ക് പറഞ്ഞാലേ എൻ്റെ സ്വഭാവം മാറും. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ എഴഞ്ഞു നീങ്ങുന്നത് തിരിച്ചറിഞ്ഞവൾ അവൻ്റെ ടീഷർട്ടിൽ അള്ളി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കേ നാളെ ലീവ് എടുത്താലോ? അവളുടെ നെറുകയെ ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. അതോടൊപ്പം അവൻ്റെ കൈ അവളുടെ അണിവയറിൽ എന്തിനോ വേണ്ടി അലഞ്ഞു നടന്നതും അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവനെ ആഞ്ഞു പുലുക്കി. ആഗ്രഹിച്ചതെന്തോ കണ്ടെത്തിയ പോലെ അവളുടെ നാഭിച്ചുഴിയിൽ അവൻ തൻ്റെ വിരലുകൾ ആഴ്ത്തിയതും അവൾ പുളഞ്ഞു പോയിരുന്നു. ടോപ്പിനുള്ളിൽ കൂടി അവൻ്റെ വിരലുകൾ അവിടുന്ന് മുകളിലോട്ട് നീങ്ങുന്നത് കണ്ടതും അവൾ വേണ്ടെന്ന പോലെ തലയിറക്കി. ആ നിമിഷം അവൻ തൻ്റെ കൈ പിൻവലിച്ചു. ബെഡിൽ മലർന്നു കിടന്നു. അവളെ പൊക്കിയെടുത്ത് തൻ്റെ മുകളിലായി കിടത്തി. ശരി, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് ചിലതൊക്കെ വേണം. തോളിൽ വീണ് കിടക്കുന്ന അവളുടെ മുടി മാടി ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ പുരികം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്ത് വേണോന്ന്? ആ നിമിഷം അവൻ തൻ്റെ ചുണ്ടിന് കുറുകെ ചൂണ്ടുവിരൽ വെച്ച് താളം പിടിച്ചതും കാര്യം മനസ്സിലായ അവളുടെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതെൻ്റെ ഹിറ്റ്ലർ അല്ല, എൻ്റെ ഹിറ്റ്ലർ ഇങ്ങനെ അല്ല, ദേവു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. രാമു, കളിക്കല്ലേ, ഇഷ്ടമുണ്ടേ തന്നാൽ മതി, ഇല്ലേ വേണ്ട. ദേവിൻ്റെ കളിയാക്കൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അബി കൃത്രിമ ദേഷ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പെണങ്ങല്ലേ മൈ സ്വീറ്റ് ഹണി ബേബി. അവൻ്റെ ഇരു കവളിലും പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. അവൾ അവൻ്റെ നെറുകയിൽ തൻ്റെ ചുണ്ട് പതിപ്പിച്ചതും അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മതിയോ? അവൻ്റെ നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ പിൻവലിച്ചുകൊണ്ട് അവൾ കുറുമ്പോട് ചോദിച്ചു. പോരല്ലോ. ആ നിമിഷം അവൾ അവൻ്റെ ഇരു കണ്ണിലും തൻ്റെ ചുണ്ടമർത്തി. ഇപ്പോഴോ? പോരാ. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഇരു കവളിലും അമർന്നു. ഇപ്പോൾ ഓക്കെ ആയില്ലേ? അവനില്ലെന്ന പോലെ തലയനക്കി. അന്നേരം അവൾ അവൻ്റെ മൂക്കിൻ തുമ്പിൽ ചുംബിച്ചു. പോരെ? അവൻ്റെ മൂക്കിൽ മൂക്കൊരസക്കൊണ്ട് അവൾ ചോദിച്ചു. അന്നേരം ഇരുവരുടെയും മധുരങ്ങൾ തൊട്ടുരുമുന്നുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോഴും കിട്ടിയില്ലല്ലോ. എൻ്റെ ഹണി ബേബി എന്താഗ്രഹിച്ചേ? അത് നിനക്കറിയാം. എന്നിട്ടും എന്തിനാമോ ഈ ഒരു ചോദ്യം? അബി പറഞ്ഞു. അന്നേരം അവൾ അവൻ്റെ ചുണ്ടിൽ ചെറുതായി മുത്തി പിൻവാങ്ങാനൊരുങ്ങവേ
അവൻ അവളുടെ ചുണ്ടുകളെ പൂർണ്ണമായും അവൻ്റേതാക്കി മാറ്റിയിരുന്നു. ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ പകുത്തു നൽകിക്കൊണ്ടുള്ള ഗാഢമായ ചുംബനം. അതിനിടയിൽ എപ്പോഴോ അവളും തിരിച്ചവനെ ചുംബിക്കാനൊരുങ്ങി. നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങുമെന്നായതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ചുംബനത്താൽ വിവശയായി തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നവളുടെ പുറംമേനിയിൽ അവൻ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ്റെ കരലാളനങ്ങളാൽ അധികം വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണതും അവനും അതുപോലെ തന്നെ നിദ്രയിലേക്ക് വഴുതി വീണു. കോളേജുള്ളതുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ദേവു അബിക്കൊപ്പം പോവാനൊരുങ്ങി. ദേവുവിൻ്റെ പപ്പിയോടും ദക്ഷിണോടും യാത്ര പറഞ്ഞു. അബി തൻ്റെ വണ്ടി കയറി. പപ്പിയോട് യാത്ര പറയുമ്പോൾ ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി. പപ്പയും മോളും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടതും ദക്ഷ് കയറി ഇടപെട്ട് രണ്ടിനെയും അടർത്തി മാറ്റി. ദക്ഷ് ദേവുവിനെ ചേർത്ത് പിടിച്ചു അബിയുടെ കാറിനരികിലേക്ക് നടന്നു. ദക്ഷ് കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ദേവുവിനെ അതിലിരുത്തി. ദക്ഷേട്ടാ, ഞാൻ പോവുക, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാട്ടോ. ദേവു കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട കേട്ടോ, 2 ദിവസം കഴിഞ്ഞ് ഞാനും പപ്പയും അങ്ങോട്ട് വന്നോളാം. അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ദക്ഷ് പറഞ്ഞു. എന്നാ നമുക്ക് അന്ന് തന്നെ ഒരുമിച്ച് ഇങ്ങോട്ട് മടങ്ങാം അല്ലേ? ദേവു പ്രതീക്ഷയോടെ പറഞ്ഞു. എന്തിന്? അതിൻ്റെ ഒരാവശ്യമില്ല. നിനക്ക് എന്നെയോ പപ്പയോ കാണണമെന്ന് തോന്നിയാൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം. അല്ലാതെ മോൾ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട. അപ്പോൾ എനിക്ക് വീടിനെ കാണണമെന്ന് തോന്നിയാലോ? വീടിനെയും കൂടെ കൊണ്ടുപോരുമോ? ദേവു ചുണ്ട് കോട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയാണല്ലേ, വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തേ വലിയ സൈസിലാക്കി ചില്ലിട്ടേ നിനക്ക് കൊണ്ടു തന്നേക്കാം. നിങ്ങളുടെ മുറി തൂക്കിയാൽ മതി. അതാകുമ്പോൾ നിനക്ക് എന്നും കാണാലോ. ഈ ദച്ചുവേട്ടനിപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ല, ദേവു പരിഭവിച്ചു. ആര് പറഞ്ഞില്ലെന്ന്? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നീ പോയാലേ നിന്നെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുമെന്ന് അറിയാം. എന്നോളം അല്ലെങ്കിൽ അതിനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്ന ഒരാളിപ്പോൾ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കെട്ടിയവൻ. അവൻ്റെ മനസ്സ് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അമ്മൂസെ അവനെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് അമ്മൂസ് കുറുമ്പും കുസൃതിയൊക്കെ മാറ്റിവെച്ചേ നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കുക. എങ്കിലല്ലേ ഈ ചേട്ടനെ ഇവൻ്റെ മുമ്പിൽ ഒരു വിലയുണ്ടാവുള്ളൂ. ദക്ഷ് ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ദേവു തലയാനിക്ക് സമ്മതിക്കുകയും ചെയ്തു. ദക്ഷിനോട് ഒന്നുകൂടെ യാത്ര പറഞ്ഞു. അബി വണ്ടി മുന്നോട്ടെടുത്തു. ദേവു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തല പുറത്തേക്കിട്ട് ദക്ഷിനെ നോക്കി കൈ കാണിച്ചു. അബിയുടെ വണ്ടി തൻ്റെ കൺമുന്നിൽ നിന്നും മായുന്നത് വരെ ദക്ഷ് നോക്കി നിന്നു. അന്നേരം ദക്ഷിൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു. അബിയുടെ കാർ കോളേജിൻ്റെ കവാടത്തിനുള്ളിലൂടെ VIP പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് നിന്നു. ദേവുവിൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. പിന്നാലെ ദേവും ഇറങ്ങി. അബിയോട് യാത്ര പറഞ്ഞ് ദേവു തൻ്റെ വൈറ്റ് കോട്ടും എടുത്തിട്ട് തൻ്റെ ക്ലാസ് ലക്ഷ്യം വെച്ച് നടന്നു. അബി തൻ്റെ ക്യാബിനിലേക്കും. ക്ലാസ്സിന് വെളിയിലെ വരാന്തയിൽ ആരവും പാർവതിയും വിഷ്ണുവും നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹായ് ദേവു, ഗുഡ് മോർണിംഗ്. ആരവ് ദേവുവിനെ നോക്കി വിഷ് ചെയ്തു. ഹായ്, ഗുഡ് മോർണിംഗ് ആരവ്. വിഷ്ണുവും പാറുവും ദേവുവിനെ നോക്കി പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് പാറു. ദേവു ഇരുവർക്കു നേരെയും ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് പറഞ്ഞതും അവരും തിരിച്ചു കൈകൊടുത്തു. ശേഷം ആരവും പാറുവും വിഷ്ണുവും ദേവുവിനോട് ഒരുപാട് നേരം സംസാരിച്ചു. അവർ തമ്മിലുള്ള അകലൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. മൂവരും ദേവുവിനെ നല്ലൊരു ഫ്രണ്ടായി കാണാനും തീരുമാനിച്ചു. ഈ സമയത്താണ് അനുവും അനഘയും അങ്ങോട്ട് വരുന്നത്. മൂവരും ദേവുവിനോട് സംസാരിക്കുന്നത് ഇരുവർക്കും അത്രയ്ക്കങ്ങ് ദഹിച്ചില്ല. തങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു പോകുന്ന അനുവിനെയും അനഘയും ദേവു വിളിച്ചു. എന്നിട്ട് അവളുടെ അരികിലേക്ക് നടന്നു. അനു, അനഘ, ഗുഡ് മോർണിംഗ്. ഞാനേ ഇവരോട് പറയുമായിരുന്നു നിങ്ങളുടെ ഗാങ്ങിൽ ഞാനും കൂടി ചേർന്നോട്ടെ എന്ന്. എന്തിനാനു നമുക്കിടയിലെ ഇനിയും ശത്രുത? ഞാൻ അനഘയോട് സോറി പറയാൻ റെഡിയാണ്. നമുക്ക് എല്ലാം മറന്ന് ഫ്രണ്ട്സ് ആയാലോ? ദേവു അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവു പറഞ്ഞത് കേട്ട് അനു ഒരു നിമിഷം വിശ്വാസം വരാതെ ദേവുവിനെ നോക്കി. അന്നേരം അനഘ ദേവുവിൻ്റെ കൈ തട്ടി മാറ്റി. അനു, ഇതിവളുടെ പുതിയ അടവാണ്. ഇവളെ ഒരു സോറി പറഞ്ഞ അനുവിന് ഇവളോട് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ ക്ഷമിക്കില്ല. എന്നെ നീ അടിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എപ്പോഴും എൻ്റെ ശത്രു തന്നെയാ. ദേവുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അനഘ പറഞ്ഞു. ശേഷം അനുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. ദേവുവിന് അനഘയുടെ ആ പ്രവൃത്തിയിൽ നല്ല വിഷമം തോന്നി. ഹേ ദേവു, വിഷമിക്കണ്ടടോ. ആ അനഘയ്ക്ക് ഇത്തിരി ജാട കൂടുതലാ. അവളെ ഞങ്ങളുടെ ഗാങ്ങിലില്ലായിരുന്നു. അനുവാണ് അവളെ ഫ്രണ്ടായി ആക്സെപ്റ്റ് ചെയ്തത്. എന്തായാലും ദേവു ഇന്നു മുതൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നും പറഞ്ഞു. ആരവും വിഷ്ണുവും പാറവും കൈ ചേർത്ത് വെച്ചതും അതിന് മേലെ ദേവു തൻ്റെ കൈ ചേർത്ത് വെച്ചു. വിൻഡോയിൽ കൂടി അനഘയും അനുവും ഇത് പകയോടെ നോക്കി നിന്നു. ആ അനഘ അനുവിൻ്റെ ചെവിയിൽ എന്തൊക്കെയോ രഹസ്യവും മോദി. പാറു അനഘയുടെയും അനുവിൻ്റെയും അരികിൽ ചെന്നിരിക്കാൻ പോയതും ഇരുവരും പാറുവിനോട് മുഖം വീർപ്പിച്ച് നിന്നു. പാറു ദേവിന് അരികിലായി വന്നിരുന്നു. അങ്ങനെ ദേവും പാറുവും ഓരോന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അബി ക്ലാസ്സിലേക്ക് കയറി വന്നത്. അന്നേരം ദേവുവിൻ്റെ ഹൃദയം പൂർവാധികം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. ഇതിനു മുൻപും അവൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും വിവാഹശേഷം ഇതാദ്യമായി അവൻ്റെ മുന്നിൽ മുഖാമുഖം നിൽക്കേണ്ടി വരുന്നത്.
തങ്ങൾ ഇരുവരുടെയും പ്രണയാത്ര നിമിഷങ്ങൾ ഓർമ്മ വന്നതും അവളുടെ മുഖം അരുണാഭമായി. അവൻ്റെ മുഖത്ത് പോലും നോക്കാനാവാതെ അവൾ തലയും താഴ്ത്തിയിരുന്നു. കെട്ടിയോനെ കണ്ടപ്പോൾ പെണ്ണിന് നാൺ വന്നൂലോ. ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ സാറെങ്ങനെ? റൊമാൻറ്റിക്ക? പാറു ചോദിച്ചു. ഒന്ന് പോടി. ദേവു പാറുവിൻ്റെ കയ്യിൽ ചെറുതായി പിച്ചി. നാണൊക്കെ ഉള്ളിലൊതുക്കി ഒന്ന് ഓക്കെ ആയി അവനിൽ നിന്നും തിരിച്ചൊരു കള്ളനോട്ടവും പ്രതീക്ഷിച്ചു. തല ഉയർത്തി അവനിലേക്ക് നോട്ടം പായിച്ച അവൾ ആരായി? ദേ ശങ്കരൻ പിന്നെയും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ മസിലും പിടിച്ച് മുഖത്ത് ഗൗരവം വരുത്തി ക്ലാസ് എടുക്കുന്നു. തൊട്ടു മുൻപ് കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം തന്നെ ചേർത്ത് പിടിച്ച് ചുംബിച്ച ആ മുതൽ തന്നെയാണോ ഈ മുതലെന്ന് അവൾ ചിന്തിച്ചു പോയി. ഇതാണ് ശരിക്കുള്ള ഹിറ്റ്ലർ, അവൾ മനസ്സിൽ പറഞ്ഞു. അവൻ കാര്യമായ ക്ലാസ് എടുപ്പിലാണ്. ദേവുവിനാണെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൺമുന്നിൽ തെളിയുന്നത് ഇന്നലെ രാത്രിയുടെ സംഭവങ്ങൾ മാത്രം. കാതിൽ പതിയുന്നത് അവൻ്റെ കിന്നാരം പറച്ചിലും. ഇനിയും അങ്ങോട്ട് നോക്കി നിന്ന സർവ്വതും വിസ്മരിച്ച് താൻ ഓടിച്ചെന്ന് അങ്ങ് ഫ്രഞ്ചിൽ നിന്നും വരാം എന്നും കരുതി അവൾ പിന്നെയും തലയും താഴ്ത്തിയിരുന്നു. ഛേ, ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ എങ്ങനെ സമയം പോവുക? ഹിറ്റ്ലറിൻ്റെ പടം വരച്ചാലോ? അതിന് തനിക്ക് വരയ്ക്കാനറിയോ? അവൾ സ്വയം ചോദിച്ചു. എവിടെന്ന്? അല്ലെങ്കിൽ വേണ്ട, പ്രണയത്തെക്കുറിച്ച് ഒരു കവിത എഴുതിയാലോ? എഴുതിയേക്കാം. യെസ്, കിട്ടിപ്പോയി, ടൈറ്റിൽ കിട്ടിപ്പോയി. ഹിറ്റ്ലറിൻ്റെ പ്രണയം കൊള്ളാം. മഹാകവി രാമൻകുട്ടിയുടെ ആധുനിക കവിതയുടെ ട്യൂൺ തന്നെ അടിച്ചു മാറ്റിയേക്കാം എന്നും മനസ്സിൽ പറഞ്ഞു ദേവു പുസ്തകം തുറന്നു വെച്ച് എഴുത്തു തുടങ്ങി. സ്നേഹത്തിൻ്റെ ഗൗളിത്തകകളിൽ മണ്ടരിയോ? അതിന് പകരം ഹിറ്റ്ലറിൻ്റെ ഹൃദയത്തിനുള്ളിലും പ്രണയമോ? യെസ്, അത് കൊള്ളാം. അതും മനസ്സിൽ പറഞ്ഞു. ആ ഒരു ലൈൻ എഴുതി വെച്ചു. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ? അതെങ്ങനെ മാറ്റിപ്പിടിക്കും? അല്ലെങ്കിൽ വേണ്ട, പകരം ഇത് കിടക്കട്ടെ. പൊട്ടിച്ചിതറുന്ന തലച്ചോറിനുള്ളിൽ എൻ രൂപമോ? കല്ലുപോലാ നെഞ്ചിലും പ്രേമപ്പനിയോ? അരെ വാ, ഞാൻ ഇന്ന് കവിത എഴുതി മരിക്കും. ഇളങ്കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകൾ ആടുന്നു, അതാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ്. അത് മാറ്റിപ്പിടിച്ചു. പ്രണയക്കാറ്റിൽ എവിടെയോ ഹിറ്റ്ലറിൻ്റെ നെഞ്ചകം ചാഞ്ചാടുന്നു എന്നെഴുതാം. ഇതാണ് പ്രണയം, ഇതാണ് പ്രണയം, ഇതാണ് പ്രണയം. ഈ ലൈൻ ദേവുവിൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. എന്തൊക്കെയോ ആത്മകഥ പറഞ്ഞു അവൾ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. കുറച്ച് അലങ്കാരത്തിന് വേണ്ടി ശരശയ്യ ആ ട്യൂണിൽ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്നാക്കി. അവളുടെ ആ പ്രവൃത്തികളെ ശ്രദ്ധിച്ചിരുന്നു. അന്നേരം അവനത് കാര്യമാക്കിയില്ല. അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ദേവു കവിത എഴുത്ത് തകർക്കുവാണ്. അതിനിടയിൽ അവൾ സ്വപ്നം കാണുന്നുണ്ട്. അവളും അവളുടെ മനുവേട്ടനും മാത്രമായുള്ള മധുരമുള്ള സ്വപ്നം. സ്വപ്നങ്ങൾക്ക് വർണ്ണം വീശുന്ന ആഴങ്ങളിൽ നിന്നും ആഴങ്ങളിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കൊഴിഞ്ഞു വീണ വാഗപ്പൂക്കൾക്ക് ഒത്ത നടുവിൽ താൻ ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. പ്രതീക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇളം പുഞ്ചിരിയോടെ അവൻ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നു. അവൻ അടുത്തെത്തും തോറും തൻ്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റിത്തുടങ്ങി. ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. കണ്ണുകൾ തമ്മിൽ പ്രണയത്തിൻ്റെ ഭാഷകൾ കൈമാറി. ആ നോട്ടം താങ്ങാനാവാതെ താൻ മുഖം തിരിഞ്ഞു നിന്നതും തൻ്റെ മുടി വകഞ്ഞു മാറ്റി തൻ്റെ പിൻകഴുത്തിൽ അവൻ തൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചു. ആ മനുവേട്ടാ, ആ സ്വപ്നത്തിൽ പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞത് ഇത്തിരി ഉറക്കെ ആയിപ്പോയെന്ന് മാത്രം. അഭി അടക്കം എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാത്രം. മനുവേട്ട എന്നത് അവൻ ശരിക്കും കേട്ടിരുന്നു. ദേവാൻഷിക, സ്റ്റാൻഡപ്പ്. അവൻ്റെ ഗൗരവം കലർന്ന സ്വരം കാതിൽ പതിഞ്ഞതും അവൾ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന് ചുറ്റും നോക്കി. ഒരു മുട്ടുസൂചി വീണാ കേൾക്കുന്ന അത്ര നിശബ്ദത. ദേവു എഴുന്നേറ്റ് നിന്ന് ദയനീയമായി അവനിലേക്ക് നോട്ടം പായിച്ചു. എന്താ അവിടെ? എന്താ തൻ്റെ പ്രശ്നം? അവൻ്റെ സ്വരത്തിൽ ഗൗരവം മാത്രം. ഒന്നുമില്ല സർ, അവൾ നിഷ്കുവായി പറഞ്ഞു. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ താൻ അവിടെ എഴുതുകയായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ സാറ് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചതാ. ദേവ് വായിൽ വന്നത് അങ്ങ് തട്ടിവിട്ടു. ആണോ? എന്നാൽ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. കുട്ടി മാമ. ദേവു ഞെട്ടി. മാമ വായിക്കാൻ അവൻ കുറച്ചുകൂടി കനപ്പിച്ച് പറഞ്ഞു. ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കായിരുന്നു ദേവു. പിന്നെയും ഞെട്ടി. അയ്യോ സാറേ, എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ. അറിയാതെ ദേവിൻ്റെ വായിൽ നിന്ന് വീണത് കുറച്ച് ഉച്ചത്തിലായിപ്പോയി. ഷടാ. അവൻ്റെ ശബ്ദം ഉയർന്നു. അവൻ അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ മുന്നിലെ തുറന്നു വെച്ച നോട്ട്ബുക്ക് എടുത്ത് അതിൽ കണ്ണോടിച്ചു. ഹിറ്റ്ലറിൻ്റെ പ്രണയം എന്ന ടൈറ്റിൽ കണ്ട് അവൻ കലിപ്പിച്ച് നോക്കി. അവൾ അവനെ നോക്കി ഒന്നിളിച്ചു. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത് പ്ലീസ്, അവൾ പതിയെ പറഞ്ഞു. വായിച്ചു കഴിഞ്ഞതും അവൻ അവളെ പിന്നെയും ദഹിപ്പിച്ച് നോക്കി. അവളുടെ ബുക്ക് മടക്കി അവിടെ വെച്ച് തൻ്റെ സ്ഥാനത്ത് വന്നു നിന്നുകൊണ്ട് ഇപ്പോൾ താനെടുത്ത പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതും അവൾ വായും പൊളിച്ചു നിന്നു. കൂടെ മനസ്സിൽ അവനെ പ്രാഗി കൊന്നു. എനിക്കറിയില്ല സർ, അവൾ പതിയെ പറഞ്ഞു. അറിയില്ലെന്നോ? ക്ലാസ് എടുക്കുമ്പോൾ താനെന്താ ഉറങ്ങായിരുന്നോ? അഭി ദേഷ്യത്തിൽ തന്നെയാണ്. സാർ ഇന്നലെ ഉറങ്ങാൻ വിട്ട് കാണില്ല, അതുകൊണ്ട് ആ പാവം അറിയാതെ ഉറങ്ങിക്കാണും. വിട്ടേരെ സാറേ.
ബോയ് സൈഡിലും ഏതോ ഒരുത്തൻ ആ നഗ്ന സത്യം ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ദേവുവിന് ചിരിയാണ് വന്നത്. എൻ്റെ പൊന്ന് കെട്ടിയോനെ, നിങ്ങളല്ലാതെ ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച് ഈ ഒരു ഡയലോഗ് പറയോ മണ്ടൻ, ദേവു ആത്മകഥം പറഞ്ഞു. പിള്ളേർ മുഴുവൻ നിന്ന് ചിരിക്കുന്നത് കണ്ടതും അബിയുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. തനിക്ക് ആൻസർ അറിയില്ല അല്ലേ? അബി വീണ്ടും ദേവുവിന് നേരെ തിരിഞ്ഞു. ഇല്ല സർ, ദേവു ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. എങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണമെന്നില്ല, ഗെറ്റ് ഔട്ട്. അവൻ പറഞ്ഞത് കേട്ടതും ദേവുവിന് ചെറുതായി ദേഷ്യം വന്നു. ഇങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കാൻ മാത്രം താനിപ്പോൾ എന്താ ചെയ്തേ? ഒരു കവിത എഴുതിയതാണോ ഇപ്പം ഇത്രയും വലിയ കുറ്റമായത്? അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടതോ? നിങ്ങളെപ്പോലുള്ളവരാണ് എന്നെപ്പോലുള്ള കഴിവുള്ള കലാകാരന്മാരെ ചവിട്ടി മെതിക്കുന്നത്. എന്തെയ്യാം, എനിക്കിത്തിരി കലാവാസന കൂടിപ്പോയി, ദേവു മനസ്സിൽ പറഞ്ഞു. ഐ സേ യു ഗെറ്റ് ഔട്ട് ഇഡിയറ്റ്. അവളിൽ നിന്ന് സ്വപ്നം കാണുന്നത് കണ്ടതും അബി പിന്നെയും പറഞ്ഞു. ഇത്തവണ ദേവുവിന് ശരിക്കും ദേഷ്യം വന്നിരുന്നു. തനിക്ക് രാത്രി കൊഞ്ചിക്കുഴയാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഈ ഇഡിയറ്റിന് വേണ്ടടോ കള്ള ഹിറ്റ്ലറെ. പോയി ആ മുഖത്ത് നോക്കി ചോദിക്ക് ദേവു എന്നും പറഞ്ഞ് അവളുടെ ഹൃദയം പ്രേമത്തിലെ കണ്ണ് ചുവക്കണ്, പല്ല് ഞെരിക്കണ്, മുഷ്ടി ചുരുട്ടണ് എന്ന പാട്ടിട്ട് കൊടുത്ത് മോട്ടിവേഷൻ കൊടുത്തപ്പോൾ ബുദ്ധി അവളോട് പറഞ്ഞു, അരുത് ദേവു അരുത്, അങ്ങേരൊരു അധ്യാപകൻ്റെ കർത്തവ്യമാണ് ചെയ്തത്. നിന്റെ മനുവേട്ടനല്ലേ, ഇത്തവണത്തേക്ക് വിട്ടേക്ക്. ഇതിപ്പം മനസ്സും ബുദ്ധിയും ഇങ്ങനെ തുടങ്ങിയാൽ താൻ എന്ത് ചെയ്യും? ആര് പറയുന്നത് കേൾക്കും? ദേവു ആകെ കൺഫ്യൂഷനിലായി. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, തൻ്റെ ബാഗും കയ്യിലെടുത്തു. മനസ്സിനും ബുദ്ധിക്കും വേദനിക്കാത്ത രീതിയിൽ അബിയെ കലിപ്പിച്ചു നോക്കി പല്ല് ഞെരിച്ചു. നമുക്ക് രാത്രി മുറിയിൽ കാണാട്ടാ എന്നും മനസ്സിൽ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി വരാന്തയിലൂടെ നടക്കുമ്പോൾ അനു വിജയി ഭാവത്തിൽ ദേവുവിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അന്നേരം അവളെ നോക്കി ഒന്നരലോട് പുച്ഛം വാരി വിതറി ദേവു ക്യാൻറ്റീനിലേക്ക് നടന്നു.